اغفر لي والدينا ولنا أشياخنا أهلنا أحبابنا بحق تاج العلماء أحينا إن كان خير في الحياة ربنا تمما بخيرنا بحق تاج العلماء طين الحجة في القبر ونجي من لظى أدخلا جناتك بحق تاج العلماء حين نمشي بالصراط ثبتن أقدامنا أعطيا لقاءك بحق تاج العلماء لا إله ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ കാര്യദർശി മഹാനായ തങ്ങൾ അവർകൾ, ഇവിടുത്തെ ഗുരുനാഥന്മാർ, സ്നേഹനിധികളായ എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ സഹോദര സഹോദരിമാർ, ഉമ്മവങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട അവൻ്റെ അടിമകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തുള്ള ജീവിതം തന്ന് മരണം ഖൈറാകുന്ന സമയം ഹൃദയം ലംഘി ലാ ഇലാഹ ഇല്ലല്ലാഹ് യജ്ഞ സുടമായി ഉച്ചരിച്ച് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുഖം കണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ഹൂർലിങ്ങളുടെ ഗാനം കേട്ട് ആസ്വദിച്ച് റാഹത്തോടെ മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, നമ്മുടെ ഭാര്യമാര്, മക്കള്, കുടുംബങ്ങൾ, ശിഷ്യന്മാർ, നമ്മയും സ്ഥാപനങ്ങളെയും സഹായിച്ച സഹകരിക്കുന്ന പലരും എല്ലാവരെയും അല്ലാഹുവിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മഹത്തായൊരു വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സ്ഥാപനവും സ്ഥാപന പദ്ധതികളും മഹാനായ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ നാമധേയത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ ഭംഗിയോടുകൂടെ വളരെ സ്തുത്യർഹമായ നിലയിൽ നമുക്കേവർക്കും കൺനിറയെ കാണാൻ മാത്രം വിപുലമായ സംരംഭങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ നഗരിയിൽ വരും എന്ന് നാം ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. അല്ലാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഒക്ടോബർ 4, 5, 6 മഹാനായ ഷൈഖുന താജുൽ ഉലമ ഷെയ്ഖ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ 11ാമത്തെ ഉറൂസും മഹാനായ ഷെയ്ഖുനയുടെ പേരിൽ അവിടുത്തെ മഖാമിൻ്റെ ചാരത്ത് നടക്കുന്ന താജുൽ ഉലമ ശരീഅത്ത് കോളേജിൽ നിന്ന് ബിരുദം വാങ്ങി പുറത്തു വരുന്ന കുട്ടികൾക്കുള്ള
പ്രഥമ സനദ്ദാന സമ്മേളനവും നടക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും മഖാമിലെത്തുകയും ഉറൂസിനും അനുബന്ധ പരിപാടികളിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യമുണ്ടാകണമെന്ന് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുകയാണ്. മഹാനായ താജുൽ ഉലമ ശൈഖ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പണ്ഡിതന്മാരിൽ നിന്ന് ഒരു വ്യത്യസ്ത ഭാവവും ഒരു രൂപവും ജീവിതശൈലിയുമാണ്. സാദാത്യങ്ങളിൽ നിന്ന് എത്ര വലിയ സാദാത്യങ്ങൾ കൂടിയാലും ആ സാദാത്യങ്ങളുടെ മുഴുവനും ലീഡറായിരുന്നത് മഹാനായിരിക്കുന്ന താജുൽ ഉലമയായിരുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറിയ കുട്ടികൾ താജുൽ ഉലമയെ അടുത്തറിഞ്ഞിട്ടുണ്ടാകുകയില്ല. വളരെ ധീരമായ ഇടപെടലും മാത്രമല്ല വൈജ്ഞാനിക ലോകത്തൊരു സമുദ്രവുമായിരുന്നു മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നൂറുകണക്കിന് പണ്ഡിത പ്രതിഭകൾ താജുൽ ഉലമയുടെ വൈജ്ഞാനിക വെളിച്ചത്തിൻ്റെ മുറ്റത്തിരുന്നുകൊണ്ട് വിജ്ഞാനം നുകർന്നുകൊണ്ട് പ്രബോധന പ്രവർത്തന മേഖലകളിൽ സുസജ്ജരായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. അറിയപ്പെട്ട പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന ബഹുമാനപ്പെട്ട താഴക്കോട് അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഉള്ളാളത്ത് ദീർഘകാലം താജുൽ ഉലമയോടൊത്തുകൊണ്ട് ദർസ് നടത്തിയിരുന്ന മഹാനായിരിക്കുന്ന അഹമ്മദ് ബാബ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. മഹാനായ ബെയ്ത്താർ ഉസ്താദ് കർണാടകയിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. താജുൽ ഉലമയുടെ ശിഷ്യനായിരുന്നു. മഹാനായ സജപ്പ അബ്ദുല്ലാഹി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ ചെറുവത്തൂരിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ചെറുപ്പകാലത്ത് തന്നെ പ്രവേശിക്കുക വഴി വൈജ്ഞാനിക രംഗത്ത് താജുൽ ഉലമയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് പഠിക്കുകയും അങ്ങനെ വളരെ അത്ഭുതകരമായ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത മഹാനായിരുന്നു സജപ്പ അബ്ദുല്ലാഹി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുവത്തൂര് അബ്ദുല്ലാഹി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനായ താജുൽ ഉലമയുടെ ശിഷ്യനാണ്. ഇങ്ങനെ തുടങ്ങി നാം അറിഞ്ഞ് ബേക്കൽ ഉസ്താദ് അടക്കം നാം അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് പണ്ഡിതന്മാർ താജുൽ ഉലമയുടെ മുമ്പിലിരുന്നു കൊണ്ട് വിജ്ഞാനം നുകർന്നവരാണ്. ആ താജുൽ ഉലമയും മഹാനായ സുൽത്താനുൽ ഉലമയും നമുക്ക് വേണ്ടി കാവലിരിക്കുകയായിരുന്നു ഒരുപാട് കാലം. എന്തിനാണ് അവർ നമുക്ക് വേണ്ടി കാവലിരുന്നത്? നമ്മുടെ ആദർശം പറ്റിയെടുക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികൾ ഒരു ഭാഗത്ത് തടിച്ചുകൂടുന്നു, മറ്റൊരു ഭാഗത്ത് നമ്മെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കോപരങ്ങൾ ഒരു ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് വിശ്വാസത്തെ പോലും തൂത്തെറിയുന്ന നിരീശ്വരവാദികൾ ഒരു ഭാഗത്ത് കുമിഞ്ഞുകൂടി നിൽക്കുന്നു. ഇവർക്ക് മുഴുവനും മുസ്ലിം സമുദായത്തിന്റെ മുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് അവരെ കുത്തിപ്പറിച്ച് തിന്നു നശിപ്പിക്കാൻ വെമ്പൽ കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മഹാനായ താജുൽ ഉലമയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും സലാമത്തും അല്ലാഹു നൽകുമാറാവട്ടെ, അവർ നമുക്ക് വേണ്ടി കാവലിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ മഹാനായിരിക്കുന്ന താജുൽ ഉലമ നമ്മെ പഠിപ്പിച്ചത് പ്രവാചക പ്രേമമാണ്, പ്രവാചകനോടുള്ള അടങ്ങാത്ത ആവേശമാണ്, പ്രവാചകനോടുള്ള അടങ്ങാത്ത ഇഷ്കാണ്.
മഹാനായ താജുൽ ഉലമ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശിഖീങ്ങളിൽ നമ്മളെല്ലാവരെയും പെടുത്തി തരുമാറാവട്ടെ. നിങ്ങൾ നോക്ക്, നാം എല്ലാവരും പരിശുദ്ധമായ ബുർദ പാരായണം ചെയ്യുന്നവരാണ്. ഇന്ന് ഇവിടെ മഗ്‌രിബിന് ശേഷം അൽഹംദുലില്ലാ ബുർദ നടന്നു. ബുർദ എന്ന് പറഞ്ഞാൽ തന്നെ ബുർഉദ്ദാ എന്നാണ്. ബുർഉദ്ദാ എന്ന് പറഞ്ഞാൽ സർവരോഗ ശിഫ. ബുർഉദ്ദാ എന്താണ്? സർവരോഗ ശിഫ. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. വളരെ ക്ഷീണിതനായി കിടക്കുന്നു, തളർവാദം പിടിപെട്ടുകൊണ്ട് കിടക്കുന്നു. മഹാനവറുകളുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനം രചിക്കണമെന്ന തീരുമാനമുണ്ടായി. അങ്ങനെ ഹൃദയത്തിൽ ആദ്യം എഴുതി തീർത്തു, ബുർദ എഴുതി തീർത്തു. ആ ബുർദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിൽ സ്വപ്നത്തിൽ മഹാനവറുകൾ പാടിക്കൊടുത്തുകൊണ്ടിരുന്നു. ഇത് പറയുമ്പോൾ ഞാൻ ചെറിയൊരു സംഭവം ഓർത്തു പോവുകയാണ്. മഹാനായിരിക്കുന്ന ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷെയ്ഖ് അബൂ റജാ തങ്ങൾ മഹാനായിരിക്കുന്ന ഇമാം ബൂസൂരി തങ്ങളോട് പറയുന്നു, ഓ പ്രിയപ്പെട്ട ഇമാം ബൂസൂരി, നിങ്ങൾ ഇന്നലെ നല്ല ഒരു മദ്ഹുർ റസൂൽ പാരായണം ചെയ്തിരുന്നല്ലോ, അതെനിക്കൊന്ന് പാടിത്തരുമോ എന്ന് ചോദിച്ചു. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ബുർദയെക്കുറിച്ച്, ആ ബുർദയെ അതിനൊരു ആമുഖം എഴുതാൻ പോലും ജീവിച്ചിരുന്ന ആളുകൾക്ക് കഴിയില്ല. എത്രത്തോളം ലോകപ്രശസ്തമായിരിക്കുന്ന മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, പരിശുദ്ധമായിരിക്കുന്ന ബുർദക്ക് നല്ല ഒരു ആമുഖം എഴുതുകയാണെങ്കിൽ ലോകപ്രശസ്തമായിരിക്കുന്ന ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ അത് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. അത്രക്കും വിശാലമാണ് പരിശുദ്ധമായിരിക്കുന്ന ബുർദ. ആ ബുർദ പണ്ഡിതന്മാർ ഏറ്റെടുത്തു, സാദാത്യങ്ങൾ ഏറ്റെടുത്തു, സാധാരണക്കാർ ഏറ്റെടുത്തു. ചെറിയ സദസ്സുകളിലും വലിയ സദസ്സുകളിലും എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു ബുർദ. ആ ബുർദയെക്കുറിച്ച് പ്രിയപ്പെട്ട സുഹൃത്ത് ഇമാം ബൂസൂരി തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷെയ്ഖ് അബൂ റജാ തങ്ങൾ വന്നിട്ട് പറയാ, ഓ പ്രിയപ്പെട്ട ബൂസൂരി, നിന്റെ അസുഖമൊക്കെ മാറി, നീ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. നീ ഇന്നലെ രാത്രി നല്ല ഒരു കവിത ആലപിച്ചിരുന്നല്ലോ, അതിമനോഹരമായൊരു കവിത നീ ആലപിച്ചിരുന്നല്ലോ. ആ കവിതയൊന്ന് പാടിക്കേൾപ്പിക്കാമോ ബൂസൂരി എന്ന് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അബൂ റജാ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുമ്പോൾ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങൾ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നതെന്നറിയോ? ഏതൊരു ഖസീദയാണ് നിങ്ങൾ പറയുന്നത്? ഏതൊരു ഖസീദയെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? മഹാനായ അബൂ റജാ തങ്ങൾ പറഞ്ഞു, ആതി ഖസീദകല്ലതി മദഹ്ത ബിഹിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസത്തഹു. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തനം നടത്തിക്കൊണ്ട് നിങ്ങൾ രചിച്ചിരിക്കുന്ന മഹത്തായ ഒരു കവിതയുടെ സമാഹാരമുണ്ട്. ആ കവിതയുടെ സമാഹാരം ഓ പ്രിയപ്പെട്ട ബൂസൂരി, നിങ്ങളൊന്ന് പാടി കേൾപ്പിക്കുമോ? മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അബൂ റജാ തങ്ങളോട് ചോദിക്കുകയാണ്, ഓ അബൂ റജാ തങ്ങളെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഒരുപാട് മദ്ഹുർ റസൂൽ രചിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ തന്നെ മദ്ഹുകൾ എഴുതിക്കൊണ്ട് ഒരുപാട് ഖസീദകൾ ഞാൻ രചിച്ചിട്ടുണ്ട്. ഖസീദത്തുൽ ഹംസിയ രചിച്ചിട്ടുണ്ട്. 456 വരികളുള്ള ഖസീദത്തുൽ ഹംസിയ ഞാൻ രചിച്ചിട്ടുണ്ട്. അതാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതോ മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ പറയുന്നു, ഖസീദത്തുൽ ലാമിയ രചിച്ചിട്ടുണ്ട്. 292 വരികളുള്ള ഖസീദത്തുൽ ലാമിയ ഞാൻ രചിച്ചിട്ടുണ്ട്.
അതാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതോ ഖസീദത്തുൽ മുദ്രിയയാണോ ചോദിക്കുന്നത്? 41 വരികൾ അതിലുണ്ട്. ഖസീദത്തുൽ മുഹമ്മദിയ അതാണോ നിങ്ങൾ ചോദിക്കുന്നത്? 16 വരികൾ അതിലുണ്ട്. മാത്രമല്ല ഖസീദത്തുൻ നൂരിയ 60 വരികൾ അതിലുണ്ട്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തനമാണ്. ഇതിൽ ഏതെങ്കിലുമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തേ ഇമാം ബൂസൂരി തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? ഈ ബുർദ എന്ന് പറയുന്ന ഈ മഹത്തായ കാവ്യം അത് മഹാനായ ബൂസൂരി തങ്ങളുടെ മനസ്സിലാണ്. ഈ കാവ്യം രചിച്ചത് പുറത്തു മറ്റൊരാളും പറഞ്ഞിട്ടില്ല, വേറെ ഒരാളും ആ സംഭവം അറിയില്ല. സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞപ്പോ മഹാനായിരിക്കുന്ന അബൂർ റജാഅ് തങ്ങൾ പറയുകയാണ്, നീ രചിച്ച കവിതകൾ ഏതൊക്കെയാണ്? അതൊന്നും എനിക്കറിയണ്ട. ഇന്നലെ നീ രചിച്ച കവിത നീ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പാടുന്നത് ഞാൻ കേട്ടു. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ദർശിക്കുകയാണ്, നീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പാടുകയാണ്. തൻഷുദുഹാ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ യതമായലു വയതഹറകു തഹറുകൽ അഗ്സാൻ. മഹാനായിരിക്കുന്ന അബൂർ റജാഅ് തങ്ങൾ പറയുന്നു, ഇളം കാറ്റിൽ മരച്ചില്ലകൾ ആടും പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ വരികൾ കേട്ടിട്ട് മുത്തനബി ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവ്വലുഹാ, ആ കാവ്യശകലങ്ങളുടെ ആദ്യം അമിൻ തദക്കുരി ജിറനിം ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി മൗലായ ദിസലമിലുള്ള ആയൽ കരനീനച്ചതിനോ അതല്ല കാലിമത്തിൻ കാറ്റിങ്ങാടിച്ചതിനോ മൗലായ സ്വല്ലി വസൽ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലം. ഇരുലോക ജിന്ന് മനോ ശവർഗ മദ് അറബി അറബേദരിൽ ഉന്നദർ നേതാവ് മുത്ത് നബി മൗലായ സ്വല്ലി വസല്ലം. ഓ പ്രിയപ്പെട്ട ബൂസൂരി, ആ കാവ്യശകലങ്ങളുടെ ആദ്യ തുടക്കം അമിൻ തദക്കുരി ജിറാനിൻ ബിസലമി, അതാ തുടങ്ങുന്നത്. ഏതാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. മഹാനായ ബൂസൂരി തങ്ങൾ പറയാണ്, ഞാൻ ആ സംഭവം ഒരു കുട്ടിയോടും പറഞ്ഞിരുന്നില്ല, പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ പാടിക്കൊടുത്തു. അള്ളാന്റെ റസൂൽ ആസ്വദിച്ചു. അബൂർ റജാഅ് തങ്ങൾ കണ്ടിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേട്ട് ആസ്വദിക്കുന്നത് സ്വപ്നം കണ്ടു. ആ ബൈത്താണ് പിറ്റേ ദിവസം വന്നുകൊണ്ട് അബൂർ റജാഅ് തങ്ങൾ ബൂസൂരി തങ്ങളോട് ചോദിക്കുന്നത്. അതാണ് മക്കളെ, നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ലോകം മുഴുവനും ബുർദയെ മനസ്സിലേറ്റുകയാണ്. മഹാനായ താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
എന്ത് വിഷമം വന്നാലും മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് ഇരുത്തിയിട്ട് മക്കളോട് പറയും, മക്കളെ നിങ്ങളൊന്ന് ബുറുദ ചൊല്ല്, ഞാനൊന്ന് കേൾക്കട്ടെ. അങ്ങനെ ആദ്യം മുതൽ ബുറുദ അങ്ങോട്ട് തുടങ്ങിയാൽ ആ ബുറുദയുടെ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് ആസ്വദിച്ച് ഇങ്ങനെ കേൾക്കും. താജുൽ ഉലമയുടെ മൗലിദൊക്കെ ഒരു പ്രത്യേക ശൈലിയായിരുന്നു. ഒരു മൗലിദിൻ്റെ സദസ്സിലേക്ക് താജുൽ ഉലമ വരുമ്പോൾ എന്തോ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നത് പോലെയാണ് വേദിയിലേക്ക് വരിക. വേദിയിൽ വന്ന ആ മൗലിദിൻ്റെ സദസ്സിൽ ഇങ്ങോട്ട് ഇരുന്നാൽ സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു പ്രൗഢമായ സദസ്സായിരിക്കും, വല്ലാത്തൊരു ആകർഷണീയമായ ഇരുത്തമായിരിക്കും. എന്നിട്ട് മൗലിദ് അങ്ങോട്ട് തുടങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങി അതിൻ്റെ അവസാനത്തെ ഹർഫ് എത്തുന്നത് വരെ മഹാനായ താജുൽ ഉലമ കൂടെ ഉണ്ടാകും. ആര് റിവായത്തോതി തെറ്റിയാലും അപ്പ തിരുത്തും. എത്ര വലിയ ആലിമീങ്ങളാണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും തെറ്റ് കണ്ട അപ്പ തിരുത്തും. എന്നതുപോലെ ഒരു ബെയ്ത്ത് ചൊല്ലിയാൽ ആ ബെയ്ത്ത് കഴിഞ്ഞ് അതിൻ്റെ ജവാബ് പൂർണ്ണമാകാതെ അടുത്ത ബെയ്ത്ത് തുടങ്ങാൻ താജുൽ ഉലമ സമ്മതിക്കൂല. മൗലിദ് ഓതുമ്പോൾ ഒരു വരി ചൊല്ലി ഒരു ബെയ്ത്ത് ചൊല്ലി അതിൻ്റെ ജവാബ് പൂർണ്ണമായി അതിൻ്റെ ശേഷമേ രണ്ടാമത്തെ ബെയ്ത്ത് തുടങ്ങാൻ അനുവദിക്കുകയുള്ളൂ. ഒരു പരിപാടിയിൽ വെച്ച് മഹാനായ താജുൽ ഉലമയോടുകൂടെ മൗലിദിനിരുന്ന് സുബ്ഹാനല്ലാഹ്, ആ മഹല്ലിലെ ഉസ്താദും മുഅദ്ദിനും എല്ലാവരും വന്നു. ബെയ്ത്ത് അങ്ങോട്ട് തുടങ്ങി. ഒരു ബെയ്ത്ത് കഴിഞ്ഞ് ജവാബ് കഴിയുന്നതിൻ്റെ മുമ്പ് മുഅദ്ദിൻ രണ്ടാമത്തെ ബെയ്ത്തണ്ട് തുടങ്ങി. താജുൽ ഉലമ പറഞ്ഞു, നിർത്തടാ മൗലിദ് പറഞ്ഞു. എന്നിട്ട് അയാളോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും അർജന്റ് ഉണ്ടോ, തിരക്കിട്ട പണി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പോടാ, എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പാടാ, ഞങ്ങൾക്ക് യാതൊരു തിരക്കുമില്ല, ഞങ്ങൾ എല്ലാ ശുഗലും ഒഴിവാക്കി ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് കേൾക്കാൻ, ആസ്വദിക്കാൻ, സന്തോഷിക്കാൻ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വേദിയിൽ ഉണ്ടാകുമെന്ന ബോധത്തോടു കൂടെയാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു തിരക്കില്ല, ഞങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ നീ പോയിക്കോ, ഞങ്ങൾ സമാധാനത്തിൽ മൗലിദ് ഓതിക്കോളാം. മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ ആശിഖുർ റസൂലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേട്ട് എത്ര കേട്ടാലും വലിയ സന്തോഷം. ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ വഅദ് പറയുന്ന കുട്ടികളോട്, നബി തങ്ങളെ പറ്റി നന്നായി വഅദ് പറയുന്ന കുട്ടികളോട് വിളിച്ചിട്ട് റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുക്കുന്നുണ്ട്. ആ മുല കൊടുക്കാൻ കൊണ്ടുപോകുന്ന ചരിത്രം വമ്പൻ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ ത്വായിഫിലേക്ക് പോയി. ത്വായിഫിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിയോട് കൂടെ കഴിഞ്ഞിരുന്നത്. ത്വായിഫിൽ നിന്ന് പിന്നെയും കുറച്ച് യാത്ര ചെയ്യാനുണ്ട്. ആ സ്ഥലമൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹലീമ ബീവിയുടെ വീട് നിരുന്ന സ്ഥലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചു പിളർത്തിയ സ്ഥലവും മലായിക്കത്ത് വന്ന് നെഞ്ചു കീറിയ സ്ഥലവുമൊക്കെ കാണാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു അനുമതി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചില തടസ്സങ്ങൾ വന്നു, വീണ്ടും തുറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഏതായാലും കാണാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം ചെയ്യുമാറാവട്ടെ, ആമീൻ. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് ബഹുമാനപ്പെട്ട ബീബി ഹലീമ റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴും കുഞ്ഞിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഹലീമ ബീബി. എപ്പോഴും പേടിയാണ് ഹലീമ ബീബിക്ക്. എന്താന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആര് കണ്ടാലും ആ കുട്ടിനെ അപ്പോൾ എടുക്കണമെന്ന് തോന്നും. ആ കുട്ടിനെ എടുക്കണമെന്ന് തോന്നിയാൽ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണം തോന്നും. വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചു തരാൻ അവർക്ക് മടിയാ. അങ്ങനെ ഉണ്ടല്ലോ, നല്ല സൗന്ദര്യമുള്ള കുട്ടികൾ, നല്ല ചുരുക്കുള്ള കുട്ടികളാകുമ്പോൾ, കാണാൻ നല്ല ഐശ്വര്യമുള്ള കുട്ടികളാകുമ്പോൾ നമ്മൾ താനാ കുട്ടിനെ ഒന്ന് എടുത്തു പോകും. എടുക്കുമ്പോൾ പിന്നെ ആ എടുത്താക്കി നിലത്ത് വെക്കാൻ മടിയാ. അപ്പോൾ ആ കുട്ടിൻ്റെ ഉപ്പയും ഉമ്മയും ഇങ്ങോട്ട് കൊണ്ടാ കുട്ടിനെ എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെടുത്താലും ആ എടുക്കുന്ന ആളുകൾക്ക് പിന്നെ കൊടുക്കാൻ കഴിയില്ല. അത്ര സന്തോഷമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ദിവസം ഹലീമ ബീവി ഈ മുല കൊടുക്കാൻ വേണ്ടി കുട്ടികളെ തിരഞ്ഞിട്ട്
മക്കയിലേക്ക് വന്നൊരു സംഭവം പറയുന്നുണ്ട്. അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ വരുമ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ അന്ന് സ്ഥിരമായി നിന്നിരുന്നൊരു ഏർപ്പാടായിരുന്നു, ആരോഗ്യമുള്ള സ്ത്രീകൾ മുല കൊടുക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുപോകുക എന്നൊരു സമ്പ്രദായം. ആ നിലക്ക് ത്വായിഫിൽ നിന്ന് പല ആളുകളും മക്കയിൽ വരും. മക്കയിൽ വന്ന് കുട്ടികളെ മുല കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ നിശ്ചിത സമയമാകുമ്പോൾ കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിക്കും. അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ മക്കയിലേക്ക് വരുന്നത്. മക്കയിൽ വന്ന് ഹലീമ ബീവി കുട്ടികളെങ്ങനെ കുറേ തേടിക്കൊണ്ടിരുന്നു. ഹലീമ ബീവിക്ക് കുട്ടികളൊന്നും കിട്ടിയില്ല. ആ ഇടയ്ക്ക് ആരോ പറഞ്ഞു, അവിടെ ഒരു യത്തീമായ കുട്ടിയുണ്ട്, വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, വല്ലിപ്പാൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നൊരു കുട്ടിയുണ്ട്, അവിടെ ഒന്ന് പോയേക്കാം. അപ്പോൾ കൂടുതൽ ആൾ പറഞ്ഞു, ഹലീമ അങ്ങോട്ട് പോകണ്ട, യത്തീമാവുമ്പോൾ ക്യാഷൊന്നും ശരിക്കും കിട്ടിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് ഈ അങ്ങോട്ട് പോകണ്ടെന്ന്. ഹലീമ ബീവി പറഞ്ഞു, ഞാൻ ഏതായാലും ഒന്ന് പോയോക്കട്ടെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ബീവി ഹലീമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ ആ വീട്ടിലേക്കൊന്ന് കയറി ചെന്നു. കയറി ചെന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞളം പ്രായത്തിൽ ഒരു വിരിപ്പിലിങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു രാജാവിൻ്റെ കുട്ടി കിടക്കുന്നത് പോലെ തിളങ്ങി കിടക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് പ്രകാശം വമിക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ കവിളുകൾ തുടിച്ച് അതിൻ്റെ സൗന്ദര്യം പുറത്തേക്ക് തുളുമ്പുന്നുണ്ട്. ചുവന്നു നിൽക്കുന്ന ചുണ്ടുകൾ കാണുമ്പോൾ അറിയാതെ തന്നെ ചുംബിക്കാൻ തോന്നുന്നുണ്ട്. ആ കുഞ്ഞ് അതിൻ്റെ കൈകാലുകളിട്ട് ഇങ്ങനെ അടിക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു ലോകത്തേക്ക് നാം അറിയാതെ ഇങ്ങനെ സുഖകരമായി സഞ്ചരിച്ചു പോകുന്ന ആസ്വാദനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലീമ ബീവി പറയുന്നു, കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വാരിക്കോരി എടുക്കാൻ തോന്നി. പ്രതിഫലം ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ കുഞ്ഞിനെടുക്കണേ എന്നെൻ്റെ മനസ്സെന്നോട് ഞാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പുറത്തുപോയി എന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഭർത്താവ് ചോദിച്ചു, നീ കുഞ്ഞിനെ കണ്ടോ? കണ്ടു. എന്നിട്ട് എന്തേ എടുത്തില്ലേ? ഞങ്ങളെ സമ്മതം വാങ്ങി എടുക്കാന്ന്. അന്ന് നമ്മൾ എടുക്കണോ? അപ്പോൾ ഭർത്താവ് പറയാം, അതേ ആ മറ്റേ ടീം പറഞ്ഞു എത്തിയും കുട്ടിയാണ്, അപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് മറ്റേ ടീം പറഞ്ഞത്. എത്തിയും കുട്ടിയാണ്, അപ്പോൾ കാര്യമായിട്ടൊന്നും പോകുമ്പോൾ കൊണ്ടുപോകാൻ കിട്ടൂല, അതുകൊണ്ട് പിന്നെ എടുക്കണമെന്ന് ചോദിച്ചു. ഹലീമ ബീവി പറയാ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തി. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിനെ കണ്ട ഉടനെ എൻ്റെ ഭർത്താവ് പറഞ്ഞു, നീ വേറെ ഒന്നും ചിന്തിക്കണ്ട, കുഞ്ഞിനെ അങ്ങ് എടുത്തേക്ക് എന്ന് പറഞ്ഞു. ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ ആ കുഞ്ഞിനെ കോരിയെടുത്തു. സുബ്ഹാനല്ലാഹ്, എൻ്റെ നെഞ്ചിനോട് കുഞ്ഞിനെ ചേർത്തി വെച്ചു. എൻ്റെ കുടുംബത്തിൽ മാത്രം അറിയുന്ന ഒരു രഹസ്യമുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ മാത്രം അറിയുന്നൊരു രഹസ്യം എൻ്റേതായി ഉണ്ടായിരുന്നു. ഹലീമ ബീവി പറയാ, എന്താണ് ആ രഹസ്യം എന്നറിയോ? എൻ്റെ രണ്ട് മുലയിൽ ഒരു മുലയിലേ പാലുള്ളൂ, മറ്റു മുലയിൽ പാലില്ല. ഈ രഹസ്യം എൻ്റെ കുടുംബക്കാർക്കറിയാം, വേറെ ആർക്കും അറിയില്ല. പക്ഷെ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ ഈ കുഞ്ഞിനെ കോരിയെടുത്തുകൊണ്ട് എൻ്റെ മാർവിടത്തിലേക്ക് ചേർത്തു വെച്ചപ്പോൾ, എൻ്റെ മാർവിടത്തിലേക്ക് ഞാൻ ആ കുഞ്ഞിനെ ചേർത്തു വെച്ചപ്പോൾ, സുബ്ഹാനല്ലാഹ്, ഉണങ്ങി ചുളിഞ്ഞു പോയ എൻ്റെ മാർവിടത്തിൽ എൻ്റെ മുലയിൽ പാല് തളം കെട്ടി നിറഞ്ഞു. ആരാ പറയുന്നത്? പാല് കൊടുത്ത ഉമ്മ പറയാ. പാല് കൊടുത്ത ഉമ്മ പറയാ, കുഞ്ഞിനെ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചപ്പോ എൻ്റെ ഉണങ്ങി വരണ്ട മുലയിൽ പാല് നിറഞ്ഞു, പാല് പുറത്തേക്ക് ഉറ്റിക്കൊണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്, ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് നെഞ്ചിനോട് ചേർത്തിയിട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്ന കഴുത പുറത്തതിനെ നിർത്തിയിട്ടുണ്ട്. ആ കഴുതപ്പുറത്ത് ഞാൻ കയറി, എൻ്റെ ഭർത്താവ് ഒരു കഴുതപ്പുറത്ത് കയറി, രണ്ടുപേരും യാത്ര തുടരുകയാണ്. ഇങ്ങോട്ട് വരുന്ന സമയം
ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന സമയം ഞങ്ങൾ ആരോഗ്യം കുറഞ്ഞ കഴുതപ്പുറത്തല്ലേ യാത്ര ചെയ്തത്. അതുകൊണ്ട് എല്ലാവരുടെയും ബാക്കിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എല്ലാവരെക്കാളും മുമ്പിൽ ഞങ്ങളാണ്. അപ്പൊ കൂടെയുള്ളവർ ചോദിക്കാണ്, ഹലീമ ബീബി ഇങ്ങോട്ട് വന്നപ്പോൾ ആ വന്ന കഴുതയിൽ തന്നെയാണോ തിരിച്ചു പോകുന്നത്, അതോ വേറെ കഴുതയിലാണോ? ഹലീമ ബീബി പറയാണ്, കുഞ്ഞിനെ കോരിയെടുക്കലോടുകൂടി ഐശ്വര്യം വരികയാണ്. നമ്മളെല്ലാറ്റിലും ഐശ്വര്യം വർദ്ധിച്ചുപോയി. വീട്ടിലെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടെ ആടിൻ പറ്റങ്ങളുണ്ട്, ഉണങ്ങി വരണ്ട് കഴിയുന്ന ആടിൻ പറ്റങ്ങളുണ്ട്. നിമിഷ നേരം കൊണ്ട് പാലും പുഷ്ടിയുമുള്ളതായി മാറി. ഞങ്ങളെ വീട്ടിലാകെ ഐശ്വര്യമായി, വീട്ടിലാകെ സന്തോഷമായി. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലം. മുഹമ്മദുൻ സീനത്തു ദുനിയാ വ ബഹ്ജത്തുഹാ മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാതി വല്ലുലമി മൗലായ സ്വല്ലി. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെപ്പോൾ പറയുന്നതും ആവേശമാണ്. അള്ളാഹിൻ്റെ റസൂലിനെ പറയുന്നതൊക്കെ മനസ്സിന് ശാന്തിയാണ്, മനസ്സിന് സമാധാനമാണ്. മുഹമ്മദ് എന്നൊരു പേര് ഹൃദയം കൊണ്ട് നിറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സ് നിറഞ്ഞു പോകും. ഞാനിപ്പോൾ വരുന്ന സമയത്ത് പള്ളിയിൽ നിന്നുകൊണ്ട്, റൂമിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എന്നോട് കുറേ പഴയ കിതാബുകൾ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ആൽമറയിൽ കാണുന്ന കിതാബുകളൊക്കെ മഹാനായ താജുൽ ഉലമ തന്നതാണേ. ആ കിതാബുകളിൽ നിന്നൊരു കിതാബ് വാങ്ങി ഞാൻ ആ താജുൽ ഉലമയോടുള്ള പ്രേമം കൊണ്ട്, എൻ്റെ വല്ലാത്ത സ്നേഹം കൊണ്ട്, താജുൽ ഉലമയുടെ കൈകൾ സ്പർശിച്ച ഗ്രന്ഥമല്ലേ എന്ന് മനസ്സിലാക്കി ഞാൻ ആ കിതാബിടത്തിൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചു. ഞാനതിൽ ചുംബിച്ചു, ഞാൻ എൻ്റെ കണ്ണുകളോട് ചേർത്തി വെച്ചു. ആ താജുൽ ഉലമ എന്ന ആ മഹത്തായ വ്യക്തിത്വം ഞാനതിൻ്റെ ഹൃദയത്തിൽ വല്ലാതെ സഞ്ചരിച്ചു പോയി. ആ കിതാബ് മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹുയുടെ സഅദത്തുദ്ദാരൈൻ എന്ന് പറയുന്ന ഒരു കിതാബാണ് എൻ്റെ കയ്യിൽ ആദ്യം തന്നത്. ആ കിതാബ് ഞാൻ പെട്ടെന്ന് മറിച്ചു നോക്കുമ്പോൾ മഹാനായ താജുൽ ഉലമ അടയാളപ്പെടുത്തിയൊരു വരി കണ്ടു. എന്താണ് ആ വരിയുള്ളതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഓ മനുഷ്യ, നിന്റെ ജീവിതകാലം മുഴുവനും നീ ആരാധിച്ചു, ജീവിതകാലം മുഴുവനും നീ ഇബാദത്ത് ചെയ്തു, നിന്റെ ജീവിതമൊക്കെയും നീ ഇബാദത്തിലായി കഴിഞ്ഞു. ആ ഇബാദത്തുകളൊക്കെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നീ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം, ഒരൊറ്റ സ്വലാത്ത് നീ ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, നിന്റെ ജീവിതകാലം മുഴുവനും നീ ചെയ്ത ഇബാദത്തിന്റെ ഇരട്ടി ഇരട്ടി അല്ലാഹു നിനക്ക് കോരിത്തരുന്നു.
അതിന് കാരണം പറഞ്ഞത്, നിന്റെ ജീവിതത്തിന് നീ കഴിയുന്ന പോലൊരു സ്വലാത്താണ് ചൊല്ലിയത്, പക്ഷേ അതിന്റെ പ്രതിഫലം തരുന്നത് സ്വല്ലല്ലാഹു അലൈഹി അശ്റാ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലുവാൻ മേൽ അള്ളാഹ് ചൊല്ലുന്നത് 10 എണ്ണമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു 10 ഇരട്ടി വാരിക്കോരി കൊടുക്കുക. അപ്പൊ ഒരു സ്വലാത്തിന്റെ വലുപ്പം എത്രയാ? ഒരു സ്വലാത്തിന്റെ വലുപ്പം എത്രയാ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്തിന്റെ വലുപ്പം എത്രയാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ആശിഖ്യങ്ങൾ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹിന്റെ റസൂലിന്റെ പേര് പറഞ്ഞ് ഒരു സ്വലാത്ത് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇത്രയും വലിയ പ്രതിഫലം നമുക്ക് കിട്ടുമെങ്കിൽ എത്രയാണ് അതിന്റെ വിശാലത മുഅ്മിനീങ്ങളെ. ഞാൻ തിരിച്ചു പോകുന്നു. അതാ അവിടെ ഹലീമ ബീവിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെയുണ്ട്. പുറത്ത് ലംറത്തുണ്ട് മകൻ, അകത്ത് ഷൈമ ബീവിയുമുണ്ട്. ഹലീമ ബീവിയുടെ ഒരു മോളുണ്ട് ഷൈമ. എന്താ പേര്? ഷൈമ. സുബ്ഹാനല്ലാഹ്. ഷൈമക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ? കുട്ടിനെ ആരത്തും കൊടുക്കൂല, എപ്പോഴും കുട്ടിനെ പിടിച്ചേ നടക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടേ നടക്കൂ ഷൈമ ബീവി. എപ്പോ പോകുമ്പോൾ ഷൈമന്റെ കൂടെ കുട്ടി ഉണ്ടാവും. രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഉമ്മ പറയും, ഇനി ഇങ്ങോട്ട് കൊണ്ടടി, കുട്ടിക്ക് പാല് കൊടുക്കണ്ട, ഇങ്ങോട്ട് കൊണ്ടടി എന്ന് പറയും. അപ്പൊ പറയും പാല് കൊടുത്തിട്ട് ഇങ്ങോട്ടെ കൊണ്ടാന്ന് പറയും. അങ്ങനെ ഷൈമ ബീവി എല്ലാ സമയത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയാകുന്ന സമയത്ത് അങ്ങനെയായിരിക്കും. ഒരു ദിവസം ഷൈമ ബീവിന്റെ തോളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കടി കടിച്ചു. ഇവിടെ ഒരൊറ്റ കടി കടിച്ചു. ഇവിടെ കടിച്ചു എന്ന് മാത്രമല്ല, ആ കടിയുടെ അടയാളം അവിടെ ഉണ്ടായിരുന്നു. അത് അടയാളം വെച്ചതാ. എന്തിനു അറിയോ? ഭാവി കാലത്തേക്ക് അടയാളം വെച്ചതാ. ആ കുട്ടി അങ്ങനെ വളർന്നു വലുതായി, പിന്നെ അങ്ങനെ ഭയങ്കര സംഭവമായി, പ്രവാചകനായി ഇവിടെ ഇറങ്ങി, ബോധ്യപ്പെട്ടു. ബദർ യുദ്ധം നടന്നു. ബദർ യുദ്ധത്തിൽ ശത്രുക്കളെ കൂടെ അങ്ങനെ പലരും വന്നു. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാതെ അതാ ആരും വന്നു? ഷൈമ ബീവിയും വന്നു. ഷൈമ ബീവി ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ഷൈമ ബീവിയും ഹലീമ ബീവി അന്ന് പറഞ്ഞല്ലോ, അത് എൻ്റെ മോന് മുഹമ്മദാണ് ആ പ്രവാചകൻ എന്ന് പറഞ്ഞിങ്ങനെ പറയും. പക്ഷേ ഷൈമ ബീവി അറിയാവുന്നല്ല, മുഹമ്മദ് നമ്മളെ കുട്ടിയല്ലേ, കുട്ടി അങ്ങനൊന്നും പറയില്ല, അതൊരു പുതിയ വാദല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷൈമ ബീവി എതിരിൽക്കായിരുന്നു അന്ന്. അങ്ങനെ ബദറിൽ വെച്ചുകൊണ്ട് ഷൈമ ബീവിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തു സ്വഹാബത്ത്. എന്ത്? യുദ്ധത്തിന് വന്ന പുരുഷന്മാരെയും പല സ്ത്രീകളെയും ഒക്കെ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഷൈമ ബീവിയെ അറസ്റ്റ് ചെയ്തു. ഷൈമ ബീവിയെ അറസ്റ്റ് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലങ്ങനെ നടന്നു പോകുമ്പോൾ ഷൈമ ബീവി കണ്ടു, നബിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതെ, ഷൈമ ബീവിക്ക് അപ്പോൾ ഉഷാറ് കൂടി. എന്തായാലും ഞാൻ രക്ഷപ്പെടും, എന്നെ എൻ്റെ സഹോദരൻ ഒന്നും ചെയ്യില്ല, എന്നെ രക്ഷപ്പെടുത്തും എന്ന ആ മാനസികമായ ധൈര്യം ഷൈമയെ പിടികൂടി. എന്നിട്ടോ നിങ്ങൾ നോക്ക്, സഹാബത്ത് ചെന്നിട്ട് അങ്ങോട്ട് മാറ് ഇങ്ങോട്ട് മാറ്, ഒരുത്തൊക്കെ ഓരോ സൗകര്യം ചെയ്ത് മാറാൻ പറയുമ്പോൾ എന്ത് പറഞ്ഞാലും ഷൈബാമി അനുസരിക്കൂല. ബദറിന്ന് പിടിച്ചതാണ്, ശത്രുക്കളെ കൂട്ടുന്ന പിടിച്ചുവിടുന്ന ഷൈബാബീനെ. അങ്ങോട്ട് മാറ് ഇങ്ങോട്ട് മാറ്, എവിടേക്ക് പറഞ്ഞാലും കേൾക്കൂല. പറഞ്ഞു, നിങ്ങളാരും പറഞ്ഞാൽ ഞാൻ അനുസരിക്കൂല, മുഹമ്മദ് പറയട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷൈമ ബീവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഷൈമ ബീവി കണ്ണു നിറയെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഷൈമ ബീവി കണ്ണു നിറയെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. ഷൈമ ബീവി കഥാ പൊട്ടിക്കരയുന്നു. ഓടി വന്ന് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഓ മുഹമ്മദ്, നീയാണോ ഈ പ്രവാചകൻ? ഞങ്ങൾക്ക് അറിയില്ലല്ലോ മുഹമ്മദ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷൈമ ബീവി ചോദിക്കാണ്, ഓ മോനെ, നിനക്കെന്നറിയോ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, അറിയും. എങ്ങനെ അറിയും? അള്ളാഹിന്റെ റസൂല് പറയാണ്, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ എൻ്റെ കിന്നരിപ്പല്ലുകൊണ്ട് നിന്റെ തോളത്ത് കടിച്ച് അടയാളം വെച്ചിട്ടുണ്ട്. ആ അടയാളം വെച്ച ഷൈമയല്ലേ? ആ ഷൈമ ബീവി കൈ തോളിൽ വെച്ചുകൊണ്ട് അവിടുന്ന് പൊട്ടിക്കരഞ്ഞു. മുഅ്മിനീങ്ങളെ,
ആ ബീവി ഷൈമ റളിയല്ലാഹു തആല അൻഹാ, നിങ്ങൾക്കറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ, കുട്ടിയായിരിക്കുമ്പോ നിങ്ങളെ ഷൈമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ഷൈമ ബീവി എന്ത് ചെയ്തു? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്തിങ്ങനെ നടക്കുന്ന ആ ചെറിയ പ്രായം, ആ പ്രായത്തില് ഒരു ദിവസം ഷൈമ ബീവി പുറത്തിങ്ങനെ നിൽക്കുക. ഹലീമ ബീവി കുട്ടിനകത്ത് തിരയുക, അകത്ത് കാണുന്നില്ല, കുട്ടിനകത്ത് കാണുന്നില്ല. പുറത്തുനിന്ന് എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു. ഹലീമ ബീവിക്ക് പേടിയായി. അതെന്താ പേടിയാകാൻ കാരണം? നേരത്തെ ഇവിടെ വന്ന് ലംബ്രത്തിന്റെ കൂടെ കുട്ടി ഇറങ്ങിപ്പോയപ്പോ, ലംബ്രത്തിന്റെ കൂടെ കളിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നെഞ്ചു കീറിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ശേഷം ഹലീമ ബീവിക്ക് വലിയ പേടിയാ. അപ്പൊ കുട്ടിന്റെ കൂടെ പുറത്തിറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കും. പെട്ടെന്ന് കുട്ടിയെ കാണാനില്ല. കുട്ടിയെ കാണാതെയായപ്പോ ഹലീമ ബീവി പുറത്തിറങ്ങുന്നു, അപ്പുറത്തേക്ക് ഇറങ്ങുന്നു, കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. വീടിന്റെ പരിസരത്തുള്ള ആളുകൾ മുഴുവനും എന്തോ ഒരു വലിയ അട്ടഹാസം പുറപ്പെടുവിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലായില്ല. ഹലീമ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ നടന്ന് കണ്ടില്ല. പെട്ടെന്ന് പുറത്തു വന്നപ്പോ ഷൈമ ബീവി എന്ത് ചെയ്യുന്നറിയോ? ഒരു മരത്തിന്റെ ചില്ലയിൽ ഒരു ചെറിയ തൊട്ടില് കെട്ടി കുട്ടിയെ അതിലിട്ടുകൊണ്ട് കുട്ടിയെ എങ്ങനെ ആട്ടുകയാണ്. താരാട്ടുപാടി കുട്ടിനെങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ആളുകളൊക്കെ കരഞ്ഞത്, പേടിച്ചത്, അട്ടഹാസം ഉണ്ടാക്കിയത് എന്തിനാ? അവിടെ ആ ചരിത്രം പറയുന്നത് ഭയങ്കരമായ സംഭവം. എന്ത്? കുഞ്ഞിനെങ്ങനെ താരാട്ടുപാട് പാടിയിട്ട് ബഹുമാനപ്പെട്ട ഷൈമ ബീബി ഇങ്ങനെ ഉറക്കുകയാണ്. എന്താ താരാട്ടുപാടുന്നത്? ഹദാ അഹുല്ലി ലം തലിദുഹു ഉമ്മി വലൈസ മിൻ നസ്ലി അബി വ അമ്മി യാ റബ്ബി സ്വല്ലി ഫദൈതുഹു മിൻ മുഖ്ബലിൻ മുഅമ്മി ഫഅൻമിഹില്ലാഹുമ്മ ഫിമാ തുൻമി യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫി ഗദി യാ റബ്ബനാ ലനാ മുഹമ്മദാ ഹത്താ അറാഹു യാഫിഅൻ വ അംറദാ യാ റബ്ബി സ്വല്ലി സുമ്മ അറാഹു സയ്യിദം മുസവ്വദാ وكبت عاديه معا والحسدا وأعته عزا يدوم أبدا يا رب صل على النبي محمد منجي الخلائق من جهنم في غدي رب എൻ്റെ ഉമ്മ പറ്റ കുട്ടിയല്ല, എൻ്റെ തടവാട് വഴി കിട്ടിയ കുട്ടിയും അല്ല. യജമാനനായ റബ്ബ് എനിക്കോശാരമായി തന്ന എൻ്റെ പൊന്ന് സഹോദരനാണ്. മനസ്സ് നിറഞ്ഞുകൊണ്ട് ഷൈമ ബീവി പാട്ടുപാടുകയാണ്. എന്നിട്ടോ മുഅ്മിനീങ്ങളെ, ഈ പാട്ടുപാടി ഇങ്ങനെ താരാട്ടുപാടി ആ കുഞ്ഞിനെ തൊട്ടിലിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയം ആകാശലോകത്ത് അതാ വട്ടമിട്ട് നിൽക്കുന്ന ചന്ദ്രനുണ്ട്, കണ്ടില്ലേ? ആ ചന്ദ്രൻ സുബ്ഹാനല്ലാഹ് ഈ കുഞ്ഞിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ കുഞ്ഞിന്റെ ആട്ടത്തിനനുസരിച്ചു കൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു.
താരാട്ട് പാടി ഷൈമ ബീവി കുഞ്ഞിനെ തൊട്ടിയിലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോ ഈ ആട്ടത്തിനനുസരിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ചന്ദ്രനും ആടിക്കൊണ്ടിരിക്കുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആട്ടത്തിനനുസരിച്ച് ചന്ദ്രനും ആടിക്കൊണ്ടിരിക്കുക. ഈ ചന്ദ്രൻ ഇങ്ങനെ ആടുന്നത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് വീടിന്റെ ചുറ്റുഭാഗത്തുള്ള പെണ്ണുങ്ങളൊക്കെ ഇത് കണ്ട് പേടിച്ച് അട്ടകത്ത് കയറി എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് ഹലീമ ബീബി റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ തെരഞ്ഞ് ഓടിച്ചെന്ന്, ഈ ശബ്ദം കേട്ട് ഓടിച്ചെന്ന് കുഞ്ഞിനെ കോരിയെടുത്ത് നെഞ്ചിനോട് ചേർത്ത് വെച്ച് ആ അകത്തേക്ക് വന്ന് കുട്ടിനെ പിടിച്ചങ്ങോട്ടിരുന്നു. ഇപ്പൊ പുറത്തൊന്നും ശബ്ദമല്ല, ഇപ്പൊ ശബ്ദമൊക്കെ പോയി, എല്ലാ ശബ്ദം പോയി. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലം. സഹോദരന്മാരെ, ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ, സ്നേഹിച്ച് ഹബീബായ മുത്തുനബി ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് നമുക്ക് വേണ്ട സഹായങ്ങൾ ഈ എല്ലാം വഴിയൊരുക്കി തരുന്നു. നമ്മ മുത്തുനബി ഖായിബാക്കില്ല. ഭൗതിക ലോകത്ത് നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വഴിയൊരുക്കി തരും. നാളെ പാരത്രിക ലോകത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കാവൽക്കാരനായി നമ്മ കൂടെയുണ്ടാകും. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഹ്ലനാ ഇല്ലാ അയാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابه يا سيدي خير النبي الصلاة على നമ്മുടെ എല്ലാ കാര്യങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സത്യവിശ്വാസികളോട് വല്ലാത്ത അലിവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. വല്ലാത്ത കനിവ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. നിങ്ങളെ ഞാൻ എൻ്റെ വകയായി പറഞ്ഞതല്ല, യജമാനനായ റബ്ബാണ് പറയുന്നത്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിൻ്റെ റസൂൽ റഊഫാണ്, അള്ളാഹുവിന്റെ റസൂൽ റഹീമാൻ. റഊഫാൻ, അള്ളാഹുവിന്റെ റസൂൽ റഹീമാൻ. റഊഫുർ റഹീം അള്ളാഹിന്റെ പേരാ. റഊഫുർ റഹീം അള്ളാഹുവിന്റെ പേരാ. അതേ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിക്ക് വിളിക്കാണ് റഊഫുർ റഹീം. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഊഫാണ്, റഹീമാണ്. നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് കാണാം. ഹാഫിൾ അബൂബക്കറുൽ മുഖ്രി റളിയല്ലാഹു അൻഹു പറയുന്നൊരു ചെറിയ സംഭവമുണ്ട്, ഞാൻ ഓർത്തുപോകുന്നു. മഹാനായ ഹാഫിൾ അബൂബക്കറുൽ മുഖ്രി തങ്ങൾ പറയുകയാണ്, മഹാനവറുകളും മഹാനായിരിക്കുന്ന ഇമാം തബറാനി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന ഹാഫിൾ അബു ശൈഖ് റളിയല്ലാഹു അൻഹു, മൂന്ന് പേരും കൂടി ഒരു ദിവസം മദീനയിലേക്ക് പോകുകയാണ്.
മദീനയിലേക്ക് 3 പേരും പോകുന്നു. ഇബ്നു മുഖ്രി തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ 3 പേരും മദീനയിൽ എത്തിയ സമയം 3 പേർക്കും വല്ലാത്ത വിശപ്പുണ്ട്. വല്ലാത്ത വിശപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വിശപ്പുണ്ട്. ഞങ്ങൾ 3 പേരും മദീനയിൽ ചെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്തു. സിയാറത്ത് ചെയ്തതിന് ശേഷം മുഖ്രി തങ്ങൾ പറയുകയാണ്, ഞാൻ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഹദ്റത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽജൂ അൽജൂ അൽജൂ. നബിയേ, മദീനയിലാണ് വന്നത്, ഞങ്ങൾക്ക് വിശപ്പുണ്ടല്ലോ നബിയേ എന്ന് മഹാനായ ഇബ്നു മുഖ്രി തങ്ങൾ പറയുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും ഒരു സ്ഥലത്തതാ ഇരിക്കുന്നു. ആ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ മഹാനായിരിക്കുന്ന ഇബ്നു മുഖ്രി തങ്ങൾ പറയാണ്, ഞാൻ വിഷന്നൊരു ഭാഗത്ത് ഇരിക്കുകയാണെങ്കിലും മഹാനായിരിക്കുന്ന ഇമാം തൊബറാനി തങ്ങൾ കിതാബ് മുത്താല ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മഹാനവറുകൾ കിതാബുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. മഹാനായ അബുശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ കിടന്നു ഉറങ്ങുന്നു. ഞാനാണെങ്കിലോ സഹിക്കാൻ കഴിയാത്ത ഈ വിശപ്പുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്നതാ 2 പേര് വന്നിട്ട് ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്തുള്ള പള്ളിയുടെ വാതിലിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നു. ആരാണ് തട്ടുന്നത് എന്നറിയാതെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്ന് വാതിലങ്ങോട്ട് ഞങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, നല്ല സൗന്ദര്യമുള്ളൊരു വ്യക്തി അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുട്ടിയുമുണ്ട്. അന്വേഷിച്ചപ്പോൾ അഹ്ലു ബൈത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരു മഹാവ്യക്തിയാണ് അവിടെ വന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് കൂടെയുള്ളത്. 2 കയ്യിലും ഭക്ഷണത്തിൻ്റെ പൊതിയുണ്ട്. ആ ഭക്ഷണത്തിൻ്റെ പൊതി കൊണ്ടുവന്ന് ഞങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ആ മഹാന് ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ചെന്നുകൊണ്ട് വിശപ്പുണ്ടെന്ന സങ്കടം പറഞ്ഞോ? ആ പറഞ്ഞ വ്യക്തികൾ നിങ്ങൾ തന്നെയല്ലേ? മഹാനായ ഇബ്നു മുഖ്രി തങ്ങൾ പറയുന്നു, ഞങ്ങൾ തന്നെയാ പറഞ്ഞത്. സഹോദരന്മാരെ, ആ ഭക്ഷണം കൊണ്ടുവന്നു. അങ്ങനെ ആ ഭക്ഷണം അവർ കഴിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്ക്, ഏത് സമയം ഏത് രൂപത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ നമ്മൾ ഇടപെട്ടാലും ആ ഇടപെടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ ഫത്ഹ് നൽകുക തന്നെ ചെയ്യും. ദുനിയാവിലും ചെയ്യും, നാളെ ആഖിറത്തിലും ചെയ്യും. ഏതൊരു സമയത്തും പരാജയപ്പെടുന്ന സമയം, വിഷമിക്കുന്ന സമയം, വേവലാതിപ്പെടുന്ന സമയം, യാ റസൂലല്ലാഹ് ഖുദ് ബിയദി, എന്നെ പിടിക്കൂ നബിയെ, എനിക്കൊരു സംരക്ഷണം തരൂ നബിയെ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കതിനുള്ള വഴി ഒരുക്കി തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തോടുള്ള ഹുബ്ബ് നമ്മളിൽ നിറച്ചു തരുമാറാവട്ടെ. സഹോദരന്മാരെ, ഞാൻ നേരത്തെ ചൊല്ലിയ ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫീഖാ വഅഹ്ലനാ ഇൻ ളഅയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എല്ലാവരും വിഷമിച്ചു പോയി. പാരത്രിക ലോകത്ത് വരുമ്പോൾ, യജമാനനായ റബ്ബിൻ്റെ കോടതിയിൽ വരുമ്പോൾ എല്ലാവരും വിഷമിച്ചു പോകുന്നൊരു സമയമാണ്. ഏതാണ് ആ സമയം? നിങ്ങൾക്കറിയില്ലേ? ഒരു ദിവസം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ, അകത്തേക്ക് കയറി വന്നപ്പോൾ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ കട്ടിലിൽ 2 കൈ ഇങ്ങനെ വെച്ചിട്ട് ആ കൈയിൻ്റെ മുകളിലേക്ക് തല ഇങ്ങനെ ചെരിച്ചു വെച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുക. ആയിഷ ബീവി കരയാ, റളിയല്ലാഹു തആല അൻഹാ പൊട്ടി പൊട്ടി കരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ബാക്കിൽ ഇങ്ങനെ നിന്നു. ആയിഷ ബീവി കരയുന്ന ഉടനെ തന്നെ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ ശരീരത്തിൽ ഇങ്ങനെ കൈകൊണ്ട് തട്ടി അല്ലാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, ആയിഷൂ, നീ എന്തിനെ കരയുന്നു? ആയിഷു, നിനക്കെന്ത് പറ്റി പെണ്ണേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ ഐഷ ബീബി റളിയല്ലാഹു തആല മെല്ലെ തലപൊക്കുകയാണ്. തലപൊക്കിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് നോക്കുമ്പോൾ അന്ത ശംസുൻ അന്ത ബദ്റു അന്ത നൂറും ഫൗഖ നൂരി അന്ത ഇക്സിറും വഗാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിന് വല്ലാത്ത തിളക്കമാണ്, ശരീരത്തിന് വല്ലാത്ത പ്രകാശമാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല കൂരിരുട്ടുള്ള രാത്രികളിൽ പോലും കയ്യിൽ നിന്ന് വല്ല വസ്തുവും നിലത്ത് ചാടിപ്പോയാൽ അള്ളാന്റെ റസൂലിന്റെ പ്രകാശത്തിൽ നിന്ന് ഞാൻ നിലത്തിൽ നിന്നത് എടുക്കാറുണ്ട്. ഒരു സമയം തുന്നിക്കൊണ്ടിരിക്കുന്ന സൂചി നിലത്ത് വേണോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പൊഴിക്കുന്ന പ്രകാശം, ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ നിലത്ത് ചാടിയ സൂചി ഞാൻ പൊറുക്കിയെടുത്തു എന്ന് ആരാണ് പറയുന്നത്? അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ പിന്നെ വേണ്ട വിളക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആരെയാണ് നോക്കുന്നത്? ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പ്രകാശപൂരിതമായി നിൽക്കുന്ന ആ മുഖത്തേക്ക് നോക്കുമ്പോൾ കരഞ്ഞ് 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 കലർന്നു പോയ ചുവന്ന് നിറഞ്ഞു നിൽക്കുന്ന കണ്ണ്, ആ ആയിഷ ബീവിയുടെ കണ്ണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് പതിച്ചപ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരുണ്യത്തിന്റെ കൈ ആയിഷ ബീവിയുടെ അടുത്തേക്ക് നീട്ടിയിട്ട് ചോദിക്കാണ്, ആയിഷോ നിനക്കെന്തു പറ്റി ആയിഷോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, മഹാനായ സയ്യിദ് അവറുകൾ വേദിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ, ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. ദീനീ പ്രബോധന പ്രവർത്തന രംഗത്ത് ദീർഘകാലം നേതൃത്വം നൽകാൻ അല്ലാഹു വലിയ സൗഭാഗ്യം നൽകുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്, മുഅ്മിനീങ്ങളെ നിർത്തുകയാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കരയുമ്പോൾ ചോദിച്ച എന്തിനാ കരയുന്നു എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീബി പറയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ പാരത്രിക ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞു പോയി നബിയെ. നാളെ യജമാനനായ റബ്ബിൻ്റെ കോടതിയിൽ വന്ന് എല്ലാ വിചാരണയും പൂർത്തിയാക്കി കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കാൻ പറഞ്ഞാലും നബിയെ, അങ്ങേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ സ്ഥാനം തരുമ്പോൾ മുത്തുനബിയെ അങ്ങ് ആ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് അങ്ങ് തിരിച്ചു പോകുമ്പോ ഈ പാവപ്പെട്ട സഹധർമ്മിണിയെ, ഈ പാവപ്പെട്ട ആയിഷയെ യാ റസൂലല്ലാഹ് അങ്ങ് ഓർക്കുമോ നബിയെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആയിഷ ബീബി കരയുന്നത്. എന്താണ് കരയുന്നത്? ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നിൽക്കുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, യാ റസൂലല്ലാഹ്, നാളെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് സ്വർഗത്തിലെ ഉന്നതമായ വേദിയിൽ അങ്ങ് ചെല്ലുമ്പോൾ ഈ സാധുവായ ആയിഷയെ ഓർമ്മയുണ്ടോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്,
ആയിഷ ചില പ്രത്യേകമായ സമയങ്ങളുണ്ട്. ലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും ഒരാളെയും ഓർക്കാത്ത സമയം വരുന്നുണ്ട് ആയിഷ. ഒരാൾക്കും ഒരാളെയും ഓർക്കാൻ കഴിയാത്ത ചില സമയങ്ങൾ വരുന്നുണ്ട് ആയിഷ. ഏതാണ് ആ സമയം? ഒന്ന് പറഞ്ഞു, നന്മ തിന്മകൾ മീസാനാകുന്ന തുലാസിൽ വെച്ചുകൊണ്ട് തൂക്കുന്ന സമയം. ലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും മറ്റൊരാളെ ഓർക്കില്ല. കാരണം അവന്റെ കാര്യത്തിൽ ബേജാറാണ്. ഗ്രന്ഥങ്ങൾ കയ്യിൽ കൊടുക്കുന്ന സമയം അത് വലം കയ്യിൽ കിട്ടാതെ ആയിഷ വേറൊരാളെ ഓർമ്മ വരില്ല, പേടിയാണ്, ഞാൻ രക്ഷപ്പെടോ ഇല്ലേ എന്നറിയാതെ. അവസാനം ഫരീഖും ഫിൽ ജന്നാ വഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് മറ്റൊരു വിഭാഗം നരകത്തിലേക്കെന്ന് പറഞ്ഞ് രണ്ട് കക്ഷികളായി തിരിക്കുന്നൊരു സന്ദർഭമുണ്ട്. ആയിഷ സ്വർഗത്തിന്റെ പാർട്ടിയിലേക്ക് തിരിക്കപ്പെടാതെ ഒരാളും മറ്റൊരാളെ ഓർക്കില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വാന്തനപ്പെടുത്തുകയാണ്, സമാധാനപ്പെടുത്തുകയാണ് മുഅ്മിനീങ്ങളെ. അവിടെ വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ബേജാറാകുന്ന സമയത്ത് നമുക്കാകെ പ്രതീക്ഷയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തുൽ ഉളുമയാണ്. ആ ശഫാഅത്തിന് അർഹരാകുന്ന സമയം നിങ്ങൾക്കറിയുമോ? മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ശഫാഅത്ത് ചെയ്യുന്ന സമയം, അതുപോലെ വെള്ളം കൊടുക്കുന്ന സമയം, ഹൗദുൽ കൗസറിൽ നിന്ന് വിതരണം ചെയ്യുന്ന സമയം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കോരി കുടിക്കുന്ന, വെള്ളം കോരി കൊടുക്കുന്ന സന്ദർഭത്തിൽ എല്ലാ മുഅ്മിനീങ്ങളും വരിയായി വെള്ളം വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ അതാ ബാക്കിൽ വന്ന് നിൽക്കുന്നു. ആര്? വഹാബികൾ വന്ന് നിൽക്കുന്നു, പുത്തംവാദികൾ വന്ന് നിൽക്കുന്നു, മുബ്തദിഈങ്ങൾ വന്ന് നിൽക്കുന്നു. ആ വന്ന് നിൽക്കുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഹബീബായ മുത്തുനബിയോട് പറയാണ്, യാ റസൂലല്ലാഹ്, ആ വെള്ളം വാങ്ങാൻ നിൽക്കുന്ന കൂട്ടത്തില് നബിയെ ഒരു കൂട്ടം ആളുകൾ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഖദ് ബദ്ദലൂ ദീനക ബഅദ വഫാതിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ വഫാത്തിന് ശേഷം ദീനിനെ മാറ്റിമറിച്ച പുത്തംവാദികളാണ് ബാക്കിൽ വന്ന് നിൽക്കുന്നത്. നബിയെ വെള്ളം വാങ്ങാൻ വേണ്ടി ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പറയാണ്, ഫഖൂലു സുഹ്ഖൻ സുഹ്ഖാ സുഹ്ഖൻ സുഹ്ഖാ, പോടാ പോടാ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹൗദിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അവരെ ആട്ടി ഓടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു മുഅ്മിനീങ്ങളെ. എന്നാൽ അവിടുത്തെ ശഫാഅത്തുൽ ഉളുമ നമുക്കുള്ളതാണ്, ഹൗദുൽ കൗസർ നമുക്കുള്ളതാണ്. അള്ളാന്റെ ഹബീബിനോട് കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യവും അത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ഇന്നനാ നർജു ഇലാ കസി ഹൗദിക ലില്ലതാസ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. യജമാനനായ റബ്ബേ, ഞങ്ങളെ നേതൃത്വം ചെയ്തവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ. ഒരുപാട് സ്ഥാപന സമുച്ചയങ്ങൾ ഇവിടെയുണ്ട്, എല്ലാം വളരെ ഭംഗിയായി ഉയർത്തിക്കൊണ്ടുവരാൻ വലിയ തൗഫീഖ് നീ നൽകണേ റഹ്മാനേ. താജുൽ ഉലമയുടെ ദറജ നീ ഏറ്റണേ റഹ്മാനേ. അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നൊരു റൂട്ടുണ്ട്, മരിക്കുന്നത് വരെ അതിൽ നിൽക്കാനും
ആ റൂട്ടിൽ നിന്നുകൊണ്ട് നിന്റെ പരിശുദ്ധമായ ദീനിന് സേവനം ചെയ്യാനും ഞങ്ങൾക്കെല്ലാം ഭാഗ്യം നൽകണേ റഹ്മാനേ. ഇവിടെ ഇരിക്കുന്ന കാരണവന്മാര്, വയസ്സായ ആലിമീങ്ങളുണ്ട്. അവരൊക്കെ താജുൽ ഉലമയെ ഞങ്ങളെക്കാളും കൂടുതൽ അറിയുന്നവരാണ്. ആശിഖായ പണ്ഡിതനായ സയ്യിദായ നിരവധി ത്വരീഖത്തുകളുടെ ശൈഖായ മഹാനായ താജുൽ ഉലമ അവിടുത്തെ ദറജ നീയറ്റണേ അല്ലാഹ്. അവരോട് കൂടെ നാളെ സ്വർഗീയ ലോകത്ത് ഞങ്ങളൊക്കെ സംഗമിപ്പിക്കണേ അല്ലാ. ഞങ്ങളെല്ലാ സദുദ്ദേശങ്ങളും നിറവേറ്റണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാ. മരിക്കുന്നതിൻ്റെ മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്തിന് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഈ മഹത്തായ സ്ഥലം താജുൽ ഉലമ നഗറിലാണ്. അവിടുത്തെ റൂഹ് സഞ്ചരിക്കുന്ന സ്ഥലമാണ്. ഞങ്ങളെ വേദിയിൽ, ഞങ്ങളെ പ്രസംഗ വേദിയിൽ, ഞങ്ങളെ ദിക്റിന്റെ വേദിയിൽ, ഞങ്ങളെ മജ്ലിസുകളിൽ ആ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു മനസ്സിലാക്കുന്നു. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ആ താജുൽ ഉലമയുടെ പേരിൽ എന്തെല്ലാം പദ്ധതികൾ ഞങ്ങൾ കരുതിയിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമായി നീ വിജയത്തിലാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണം വസിയത്തോടു കൂടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.